ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ്. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും എന്നാൽ അത്യധികം രുചികരവുമായ ഒരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരു വലിയ സ്പൂൺ നിറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്. അതേ സ്പൂണിൽ 1 സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി, അതേ സ്പൂണിൽ 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഏകദേശം 1/4 ടീസ്പൂണിലധികം മഞ്ഞൾപ്പൊടി. 1 സ്പൂൺ തന്നെ അളവിന് വേണ്ടി എടുക്കുന്നത് പറയാനുള്ള എളുപ്പത്തിനാണ്. 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കണം. പൊടികൾ വറുത്തെടുക്കാൻ വേണ്ടി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കും. എല്ലാ പൊടികളും കൂടി ഒരുമിച്ചാണ് വറുത്തെടുക്കുന്നത്. സ്റ്റൗ സിമ്മിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ. 2-3 മിനിറ്റ് വറുത്തെടുക്കുമ്പോഴേക്കും പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടാവും. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ ചീരട്ടി അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. ഇനി ഈ വറുത്ത പൊടി കഴുകി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിരുമ്മി വയ്ക്കണം. ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിരുമ്മി വയ്ക്കണം. പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിരുമ്മി വയ്ക്കുക. ഇങ്ങനെ നന്നായിട്ട് തിരുമ്മിയെടുത്ത ചിക്കൻ മിനിമം 1 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് കേട്ടോ. ടേസ്റ്റ് കൂടും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെളിച്ചെണ്ണയും മസാലയൊക്കെ കൂട്ടി തിരുമ്മിയിട്ട് ഈ ചിക്കൻ മാറ്റി വയ്ക്കുക. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തു. 4 നാടൻ പച്ചമുളക്. നാടൻ പച്ചമുളക് ആയതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇതിന് നല്ല എരിവുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക. പിന്നെ 2 തക്കാളി, മീഡിയം സൈസ് തക്കാളിയാണ്. വലുതാണെങ്കിൽ 1 എണ്ണം എടുത്താലും മതി. ഇനി ഇതെല്ലാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള എല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേറൊരു പ്ലേറ്റിൽ തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി സവാളയുടെ കൂടെ തന്നെ അരിഞ്ഞു വയ്ക്കരുത്. ഇത് വേറെ തന്നെ അരിഞ്ഞു വയ്ക്കണം. കറി ഉണ്ടാക്കാൻ വേണ്ടി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഇത് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വഴറ്റിയാൽ മതി. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇത്രയും വഴന്ന് കിട്ടുമ്പോൾ ഇത് ഒരുപാടിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള വെള്ളം ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിക്കണം.
ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിക്കനിലത്തെ വെള്ളം മുഴുവനും ഇറങ്ങി വന്നു. ഇത് അടച്ച് വെച്ച് വേവിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 5 മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. സിമ്മിലോ അല്ലെങ്കിൽ സിമ്മിനും മീഡിയത്തിനും ഇടയിലോ വെച്ചിട്ട് വേണം വേവിക്കാൻ. മീഡിയത്തിൻ്റെ മുകളിലേക്ക് ഫ്ലെയിം വയ്ക്കരുത്. ഇത് ചെറിയ തീയിൽ വെച്ച് സമയമെടുത്ത് വേവിച്ചെടുക്കുമ്പോഴാണ് ഈ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ചിക്കൻ കറിയാണ്. ഏകദേശം ഒരു 40 മിനിറ്റ് ഞാൻ അടുപ്പത്ത് ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്തു. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വയ്ക്കാം. മിനിമം അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഇത് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റിയായ ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തു. ഇതുപോലെ നിങ്ങൾ ചിക്കൻ കറി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.